അങ്ങനെ 6 വിദേശ താരങ്ങളുടെ സൈനിങ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 6 വിദേശ താരങ്ങളിൽ 4 വിദേശ താരങ്ങളായിരിക്കും വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൻ്റെ പ്ലേയിങ് 11-ൽ ബ്ലാസ്റ്റേഴ്സിനോട് ഒപ്പം ഉണ്ടായിരിക്കുക. ബാക്കി 2 താരങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനിൽ ആയിട്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിൽ തന്നെ കാണും. 6 താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും. സൂപ്പർ കപ്പിലെ പുതിയ നിയമപ്രകാരമാണ് 4 താരങ്ങൾക്ക് മാത്രം പ്ലേയിങ് 11-ൽ സ്ഥാനം ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ, അതായത് കഴിഞ്ഞ സൂപ്പർ കപ്പിലൊക്കെ ലാസ്റ്റ് ഇയർ നടന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് സീസൺ സൂപ്പർ കപ്പിലൊക്കെ ഒരു ടീമിന് 6 വിദേശ താരങ്ങളെയും തങ്ങളുടെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താം എന്ന തരത്തിലുള്ള ഒരു റൂൾ ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇന്ത്യൻ താരങ്ങൾക്ക് കൂടുതൽ പ്ലേയിങ് ടൈം കിട്ടണമെന്ന സാഹചര്യം നിലനിൽക്കെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് പല ക്ലബ്ബുകളും ഉന്നയിച്ചതിനാലാണ് പല ക്ലബ്ബുകളുടെ നിർദ്ദേശപ്രകാരം അധികൃതർ ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ 6 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉള്ളത്. അവർ 6 പേരുടെയും ഒരു സൈനിങ് ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നതാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന് 3 വിദേശ താരങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പോരാത്തതിന് 3 വിദേശ താരങ്ങളെ വിത്തിൻ 1 വീക്ക് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതിനൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ഓൾറെഡി തന്നെ ഈ ഒരു താരങ്ങളുമായിട്ടുള്ള ചർച്ചകളും ഒക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു താരങ്ങളെയൊക്കെ തന്നെ ഫൈനലൈസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ടീം ബിൽഡപ്പിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് മാറുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബ്ലാസ്റ്റേഴ്സ് ഈ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്ന ക്ലബ്ബ് ഷട്ട് ഡൗൺ അല്ലെങ്കിൽ ISLമായി ബന്ധപ്പെട്ട് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെച്ച സാഹചര്യത്തിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ക്ലബ്ബ് പൂർണ്ണമായൊരു ഷട്ട് ഡൗണിലേക്കാണ് നീങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. എങ്കിൽ പോലും ക്ലബ്ബുകൾ തങ്ങളുടെ ഈ ഒരു തരത്തിലുള്ള ട്രാൻസ്ഫർ നീക്കലുമായിട്ടുള്ള ചർച്ചകളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു കാര്യം അന്നേ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതുമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ 6 വിദേശ താരങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് കണ്ടുവരാവുന്നതാണ്. ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്ന് ഓൾറെഡി ഉണ്ടായിരുന്ന 3 വിദേശ താരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ താരം നോഹ സദോയിയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ മികച്ച പ്രകടനം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ISL സീസണിലും സൂപ്പർ കപ്പിലും ഡുറൻ കപ്പിലും ഒക്കെ കാഴ്ചവെച്ചിട്ടുള്ള താരമാണ് നോഹ സദോയി. വരുവാനായിട്ട് പോകുന്ന ISL സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ ഒരു സ്ഥിര സാന്നിധ്യമാകുവാനായിട്ടുള്ള എല്ലാ സാധ്യതകളും നോഹ സദോയിക്ക് ഉണ്ട്. ഇനി മറ്റൊരു താരം എന്ന് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ള അഡ്രിയാൻ ലൂണയാണ്. അഡ്രിയാൻ ലൂണയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ISLൻ്റെ 8ാം സീസൺ തൊട്ട്, അതായത് ബ്ലാസ്റ്റേഴ്സ് അവസാനമായി ഫൈനലിലെത്തിയ സീസൺ തൊട്ട് ഇതേവരെ, അതായത് തുടർച്ചയായ 4ഓളം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ടണിഞ്ഞിട്ടുള്ള, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ കഴിഞ്ഞുപോയ എല്ലാ സീസണിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാപ്റ്റനായും കളിച്ചിട്ടുള്ള താരമാണ് അഡ്രിയാൻ ലൂണ. അതിനാൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇക്കാലത്തെ മികച്ച താരങ്ങൾ ഒരാൾ കൂടിയാണ് ഇദ്ദേഹം. സോ അതിനാൽ തന്നെ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ടീമിലെ ഒരു പ്രധാന സാന്നിധ്യം തന്നെയാണ്. സോ അദ്ദേഹത്തിനെ കുറിച്ചും കൂടുതൽ ഒന്നും പറയേണ്ടത് ആവശ്യതയില്ല. മറ്റുള്ള താരം എന്ന് പറയുന്നത് ഡുസാൻ ലെഗാട്ടറാണ്. കഴിഞ്ഞു പോയൊരു സീസണിൽ പകുതിയിൽ വെച്ച് ഒരു അപ്രതീക്ഷിത സൈനിങ് ആയിരുന്നു ഡുസാൻ ലെഗാട്ടറിൻ്റെത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു എബിലിറ്റി നമുക്ക് കണ്ടെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. അദ്ദേഹം പല റോളിലാണ് കളിക്കാറുള്ളത്. സെൻട്രൽ ബാക്കായിട്ടും ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടും ഒക്കെ തന്നെ ബ്ലാസ്റ്റേഴ്സിൽ ബൂട്ടണിയുന്ന സാഹചര്യം നമ്മൾ പലപ്പോഴായി കഴിഞ്ഞ സീസണിൽ കണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കറക്റ്റ് പൊട്ടൻഷ്യൽ ഇതുവരെ ആരാധകർക്ക് ലഭിച്ചിട്ടില്ല. ഒരുപക്ഷെ വരുവാനായിട്ട് പോകുന്ന മാച്ചസിൽ അദ്ദേഹം കാഴ്ചവെക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും പ്ലേയിങ് 11-ൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകളുമുണ്ട്. ഈ ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള 3 താരങ്ങളെക്കുറിച്ച് നമുക്ക്, അതായത് വിത്തിൻ 1 വീക്ക് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുള്ള 3 താരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യ താരം എന്ന് പറയുന്നത് കോൾദോ ഒബേറ്റയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇദ്ദേഹം ഒരു ഗോൾ പോച്ചർ, അതായത് ജീസസ് ജിമിനസിനെ പോലെ ബ്ലാസ്റ്റേഴ്സ് ടീം വിട്ടുപോയിട്ടുണ്ടായിരുന്ന ജിമിനസിനെ പോലെ ഒരു ഗോൾ പോച്ചർ, അതായത് കൃത്യമായിട്ട് പോസ്റ്റിനുള്ളിൽ നിന്നുകൊണ്ട് കൃത്യമായി വരുന്ന ബോളുകളെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഇദ്ദേഹം. മറിച്ച് ടീമിൽ ഇറങ്ങി കളിച്ച് മറ്റു പ്ലേയേഴ്സിനും കൂടി നിന്നൊരു അവസരം ലഭിക്കുന്ന തക്ക വിധത്തിൽ ഒരു ഓവറോളായി കളിക്കാൻ ശ്രമിക്കുന്ന ഒരു താരമാണ് കോൾദോ ഒബേറ്റ എന്ന് പറയുന്നത്. സോ അതിനാൽ തന്നെ ഇദ്ദേഹം ഒരു ഗോൾ പോച്ചർ അല്ല എന്ന് എടുത്ത് പറയേണ്ടതാണ്. മറ്റൊരു താരം എന്ന് പറയുന്നത് തിയാഗോ ആൽവസ് ആണ്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലെഫ്റ്റ് വിങ്ങറായിട്ടും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ടും വേണ്ടി വന്ന സ്ട്രൈക്കറായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഏത് പൊസിഷനിൽ വേണമെങ്കിലും യൂസ് ചെയ്യുവാനായിട്ട് പറ്റുന്ന ഒരു താരമാണ്. പൂർണ്ണമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒരു സെൻട്രൽ ഫോർവേഡ് പൊസിഷനിലേക്കാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷൻ കളിപ്പിക്കാൻ വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ളത്. അതായത് സെക്കൻഡ് സ്ട്രൈക്കർ എന്ന ഫോർമാറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് സാധാരണ സൈൻ ചെയ്യാറുള്ളത്. കാരണം സാധാരണ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 2 വിദേശ അറ്റാക്കർമാരും ഒരു 2 വിദേശ ഡിഫൻഡർമാരും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഉള്ള ഒരു സാന്നിധ്യം നമ്മൾ സ്ഥിരം കാണാറുള്ളതാണ്. അതിനും പുറമെ മറ്റ് 2 വിദേശ താരങ്ങളും ഉണ്ടാകാറുള്ളതാണ്. സോ അതിനാൽ തന്നെ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ഫോർമാറ്റിലായിരിക്കാം തിയാഗോ ആൽവസിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക.
മറ്റൊരു താരം എന്ന് പറയുന്നത് ഇവാൻ റോഡ്രിഗസ് ആണ്. സ്പാനിഷ് താരമായിട്ടുള്ള ഇദ്ദേഹമായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാന സൈനിങ്. ഇദ്ദേഹത്തെക്കുറിച്ചും കൂടുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിനിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ കരിയറൊക്കെ കൂടുതൽ കളിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. പോരാത്തതിന് ഇവാൻ റോഡ്രിഗസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഡിഫൻസീവ് നിരയിൽ കളിക്കുന്ന ഒരു താരമാണ്. പോരാത്തതിന് ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു താരം കൂടിയാണ് ഇദ്ദേഹം. സോ അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഒരു മികച്ച പ്രകടനം ഇദ്ദേഹത്തിനും കാഴ്ചവെക്കുവാനായിട്ട്, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മെയിൻ ഡിഫൻഡറായിട്ടാണോ ഇദ്ദേഹത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നും വരുവാനായിട്ട് പോകുന്ന മത്സരങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ഡേവിഡ് കെറ്റാലയുടെ സ്ട്രാറ്റജിക്കൽ പ്ലാനുകളിലൂടെ നമുക്ക് വ്യക്തമാകുവാനായിട്ട് സാധ്യതയുണ്ട്. സോ ഉടൻ തന്നെ സൂപ്പർ കപ്പ് ആരംഭിക്കും. ഒക്ടോബർ 25 സൂപ്പർ കപ്പ് ആരംഭിക്കുവാനായിട്ട് പോകുന്നത്. ഇനി വെറും ദിവസങ്ങൾ മാത്രമാണ് സൂപ്പർ കപ്പിൻ്റെ കിക്ക് ഓഫിനായിട്ടുള്ളത്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം വരുന്നത് ഒക്ടോബർ 30 അതും രാജസ്ഥാൻ യുണൈറ്റഡ് FC-ക്കെതിരെ. ഒരു മത്സരം വിജയിക്കുക മാത്രമായിരിക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിൻ്റെ മൊത്തത്തിൽ തന്നെയുള്ള ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്.